വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരം ഇന്നിപ്പോൾ ഇന്ത്യയെയും ലോകത്തെയും ഇളക്കിമറിക്കുന്ന സമരം. ആ സമരത്തിൽ അഭിജിത് വിപ്കയ്ക്ക് എത്ര പ്രധാനപ്പെട്ട പങ്കുണ്ടോ അതിന് സമാന്തരമായ പങ്ക് SFIക്കുണ്ട്, AISFനും ഐസ പോലുള്ള സംഘടനകൾക്കുമുണ്ട്. DYFIയും CITയും കർഷക സംഘവും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ ഈ എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് ഇപ്പൊ ഇന്ന് പല പത്രങ്ങളിലും അത് സംബന്ധിച്ച ഫോട്ടോ വന്നിട്ടുണ്ട്. കർഷക സംഘത്തിന്റെയും CITയുവിന്റെയും നേതാക്കന്മാർ സമരഭടന്മാരെ പോയി സന്ദർശിക്കുന്നു. ഈ സമരത്തിന്റെ അടിസ്ഥാന കാരണം നമ്മൾ മനസ്സിലാക്കണം. പ്രവേശന പരീക്ഷയിലെ അഴിമതിയാണ്. പ്രവേശന പരീക്ഷ ഒരു കച്ചവടമാക്കി മാറ്റിയതാണ്. എന്തിനേയും കച്ചവടമാക്കി മാറ്റുന്നതാണ് ഈ സംഘപരിവാറും RSSും BJP അല്ലേ? ഭഗവാൻ രാമനെ കച്ചവട വസ്തുവാക്കിയില്ലേ ഇവര്? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി. വർഗീയ വിഭജനം ഉണ്ടാക്കുക അതിലൂടെ, അതവരുടെ ഒരു ലക്ഷ്യമാണ്. എന്നാൽ അവിടെ നടന്ന അഴിമതി അത് ഇന്നത്തെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. എവിടെയും അഴിമതി നടത്താൻ പറ്റുമോ? അപ്പൊ ഇവിടെ ഏതോ ഒരു BJP ഓഫീസിൽ എത്രയോ കോടി രൂപ ചാക്കിൽ കൊണ്ടുപോയി കിട്ടിയതിനെ കുറിച്ച് എന്താ ഇയാൾ പറയാത്തതെന്നാണ് നിങ്ങളിപ്പോ ആലോചിക്കുന്നത് അല്ലേ? എത്ര കോടി രൂപയാണ് ചാക്കിൽ? 25 കോടി രൂപ. ഇതെല്ലാം ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയും. മഞ്ഞുകെട്ട വെള്ളത്തിൽ കിടന്നാൽ അതിന്റെ 10-1 മാത്രമേ പുറത്തു വരികയുള്ളൂ. അതിന്റെ 9 ഭാഗവും 90% വെള്ളത്തിനടിയിലാണെന്ന് പറയുന്നത് പോലെ BJP അഴിമതിയുടെ ഒരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് തീവട്ടിക്കൊള്ള രാമന്റെ പേരിൽ, ശ്രീരാമന്റെ പേരിൽ, ഭഗവാൻ രാമന്റെ പേരിൽ, മര്യാദ പുരുഷോത്തമൻ രാമന്റെ പേരിൽ മര്യാദകേട്, കള്ളത്തരം, വെട്ടിപ്പ്, പ്രവേശന പരീക്ഷയുടെ പേരിൽ വെട്ടിപ്പ്, കൊള്ള. ഇതാണ്. ഇതിനുവേണ്ടി ഇവർ എന്ത് ചെയ്തു? BJP വന്നതിന് ശേഷം SFIയുടെ നേതൃത്വത്തിലും അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇവരുടെ നയത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ C എന്ന അക്ഷരത്തിന്റെ വിപുലീകരണമാണ് 3. സെൻട്രലൈസേഷൻ, എല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് കൊണ്ടുവരിക. പ്രവേശന പരീക്ഷ ഓരോ സംസ്ഥാനത്തും നടന്നിരുന്നതല്ലേ പ്രവേശന പരീക്ഷ? അത് മാറ്റിയിട്ട് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, എല്ലാം ഡൽഹിയിൽ ഞങ്ങളുടെ കയ്യിൽ. അപ്പൊ കച്ചവടം, മൊത്ത കച്ചവടം നടത്താം. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് ഭരണഘടനാപരമായി. ഭരണഘടന നിർമ്മിച്ചപ്പോ അത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. അടിയന്തരാവസ്ഥയുടെ സ്വേച്ഛാധിപത്യ ഭീകര നാളുകളിലാണ് അതുവരെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ കേന്ദ്ര ലിസ്റ്റാണ്. എന്തുകൊണ്ടാ? നിയമം പഠിച്ചിട്ടുള്ളവർക്കറിയാം, വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം. ഡൽഹി ഗവൺമെന്റിന്റെയും യൂണിയൻ ഗവൺമെന്റിന്റെ നിയമവും സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമവും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ സംസ്ഥാന ഗവൺമെന്റ് അത് പോയി ഡൽഹി ഗവൺമെന്റിന്റെ പ്രാബല്യത്തിലുള്ളൂ. അപ്പൊ ഫലത്തിൽ സംസ്ഥാനത്തിനും കൂടി ഉണ്ട് എന്ന് പറച്ചിലല്ലാതെ പ്രവൃത്തിയിലില്ല. അപ്പൊ സെൻട്രലൈസേഷൻ. പിന്നെ 2C എന്താണ്? കച്ചവടവൽക്കരണം, കമേഴ്സ്യലൈസേഷൻ. പിന്നെ കമ്മ്യൂണലൈസേഷൻ, വർഗീയവൽക്കരണം. ഇതിൽ സെൻട്രലൈസേഷന്റെയും കമേഴ്സ്യലൈസേഷന്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനത്തിലുള്ളത്.